ജില്ലാ കളക്ടറേറ്റ് കെട്ടിടത്തിലെ ഓഫീസിൽ കയറാതെയും ബസ്സിലിരുന്നും മൊബൈൽ ഫോണിൽ ഹാജർ രേഖപ്പെടുത്തുന്ന ജീവനക്കാർ, പഞ്ച് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പാർക്കിൽ സമയം കളയുന്ന ജീവനക്കാർ. ഈ വാർത്തയെല്ലാം തെറ്റെന്നായിരുന്നു മുഖമില്ലാത്ത ഒരു വിഭാഗം ജീവനക്കാരുടെ പ്രചരണം. പക്ഷേ സർക്കാരിന് സത്യം ബോധ്യമായി. മാതൃഭൂമിയുടെ ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ അക്കാര്യം പെടുത്തി. തിരുവനന്തപുരത്തെ ജില്ലാ കളക്ടറോട് ഇക്കാര്യത്തിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത് എന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നാലെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി KSRTCക്ക് നൽകിയ കത്തിൽ പഞ്ചിങ്ങിലെ വഞ്ചന തുറന്നുകാട്ടുന്നു. ജീവനക്കാർ പ്രവൃത്തി സമയം അവസാനിക്കുന്ന വൈകിട്ട് 5:15 മുൻപ് ജോലി കഴിഞ്ഞു പോകുന്നതായ തുറന്ന സമ്മതമാണ്. അതിനാൽ വൈകിട്ട് 5:25 കഴിഞ്ഞ് മാത്രമേ KSRTC ബസ്സുകൾ പുറപ്പെടാൻ പാടുള്ളൂ എന്ന് KSRTC ഓപ്പറേഷൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറോട് കളക്ടർ നിർദ്ദേശിച്ചു. ഞങ്ങൾ 5:10 പുറപ്പെടും. അവരെന്നെയാണ് സമയം മാറ്റിച്ചത്. ഞങ്ങൾ 5:20 പോയതിനാണ് പിന്നെ അത് ജനസേന കൊണ്ട് പറയിപ്പിച്ച 5:10 ഇവരെന്നെ യാത്രക്കാർ. അത്രയും നല്ല യാത്ര. ബസ് സർവീസ് ജീവനക്കാർ ഇടപെട്ട് നേരത്തെ ആക്കിയതാണെന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതും സർക്കാരിന് ബോധ്യമായി. യാത്രക്കാരുടെ ആവശ്യാനുസരണം ബസിന്റെ സമയക്രമം മാറ്റുന്ന ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കളക്ടർ കത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. പഞ്ചിങ്ങിലെ വഞ്ചന തുറന്നുകാട്ടിയതിനു പിന്നാലെ സർക്കാർ ഓഫീസുകളുടെ സമയക്രമമായ രാവിലെ 10:15 മുതൽ വൈകിട്ട് 5:15 വരെ എന്ന പ്രവൃത്തി സമയം ജീവനക്കാർ പാലിച്ചേ മതിയാകൂവെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കി. ഓഫീസ് ടൈം കൃത്യമായി പാലിച്ച് തന്നെ പോകണം. കാത്തു സൂക്ഷിക്കേണ്ടതും ഇരിക്കേണ്ടതുമായ സമയം ജോലി ചെയ്തേ മതിയാകൂ. ഏതെങ്കിലും വിധത്തിൽ സർക്കാരിൻ്റെ സമയക്രമത്തെ അതിലംഘിക്കാനോ അതിനെ മാറ്റാനോ വേറെ വിധത്തിൽ പെരുമാറാനോ പഞ്ചിങ്ങിനെ മറികടക്കാനോ ഒരാളെ അനുവദിക്കുന്ന പ്രശ്നമില്ല. രാവിലെ വൈകി വരുന്നതിനും വൈകിട്ട് നേരത്തെ പോകുന്നതിനും ഗ്രേസ് ടൈം ഇളവുണ്ടെന്ന വാദമാണ് വാർത്ത പൊളിക്കാനായി ജീവനക്കാർ വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത്. ഗ്രേസ് ടൈം എന്ന ഒറ്റ വാദത്തിൽ പിടിച്ചാണ് പ്രതിരോധം. ഒരു ദിവസം 60 മിനിറ്റും മാസം 300 മിനിറ്റും വൈകി വരാൻ ഇളവുണ്ടെന്ന വാദമാണ്. പക്ഷേ ഗ്രേസ് ടൈം വാദം റവന്യൂ മന്ത്രി തന്നെ പൊളിച്ചു കളഞ്ഞു. അതൊരു ലീവ് സറണ്ടർ പോലെയുള്ള ആനുകൂല്യമല്ല, അതൊരു മാനുഷിക നീതിയാണ്. എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ഒരു ദിവസത്തെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഇത്ര വരെ ആകാം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇളവായിട്ട് ഉപയോഗിക്കുക എന്നുള്ള അർത്ഥമില്ല. അത് ഉറപ്പായിട്ടും അക്കാര്യത്തിൽ ഗൗരവമായിട്ട് തന്നെ ഗവൺമെന്റ് ഇടപെടും. എന്നാൽ ഗ്രേസ് ടൈം ഉണ്ടായിട്ടും വൈകി എത്തുന്നവർ ഓഫീസിന് പുറത്ത് പഞ്ച് ചെയ്യുന്നത് എന്തിനാണ്? ഓഫീസിലെത്തിയ ശേഷം പഞ്ച് ചെയ്താൽ പോരെ? വൈകിട്ട് 5:15 മുൻപേ ഇറങ്ങിയാൽ ഗ്രേസ് ടൈം ഉപയോഗിക്കാം. 4:45 കഴിയുമ്പോൾ തന്നെ ഇറങ്ങുന്നവർക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയം തന്നെ പഞ്ച് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. നേരത്തെ ഇറങ്ങുന്ന ചില ജീവനക്കാർ ഓഫീസിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറിയ ശേഷം ബസ് പുറപ്പെടുമ്പോൾ മാത്രം പഞ്ച് ചെയ്യുന്നത് എന്തിനാണ്? ഇതിനും പ്രതിരോധമില്ല. ദൃശ്യങ്ങൾ കള്ളം പറയില്ല. പ്രതിരോധം ഒരുക്കുന്നവർ ഓഫീസ് സമയത്ത് സമയകൃത്യത പാലിച്ച് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരെ കൂടിയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.